നമസ്കാരമുണ്ടേ, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയുടെ വനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കുളിരൊക്കെ കോരി ഇങ്ങനെ പോവാണ്. നല്ല ചൂട് സമയമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വില്ലുമലയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി 50 ഏക്കറിലേക്ക് വന്ന് ചൂടൽ ഇല്ല ചേട്ടാ. സാവുചേട്ടനുണ്ട്, കുട്ടനുണ്ട്. ഈ നാട്ടുകാരൊക്കെ പറഞ്ഞാലേ നമുക്ക് തീർച്ചയായിട്ടും ഈ കാടിനെ പറ്റി അറിയാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് എവിടെ പോകും? നെടുങ്കടവ്, വലത്തോട്ട് കട്ടളപ്പാറ, ഇത് കട്ടളപ്പാറ, ഇത് വിളക്കുമരം. അകത്ത് ഈ കാട്ടിനകത്തൂടെ ഒരുപാട് വഴിയുണ്ട്. നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന പോലെ നമുക്ക് എവിടെ ചെന്നാലും എങ്ങനെ സഞ്ചരിച്ചാലും പക്ഷേ വന്യമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. ചെന്നായുണ്ട് അല്ലേ? ചെന്നയുണ്ട്, പുലിയുണ്ട്, പിന്നെ ആനയുണ്ട്, പിന്നെ കാട്ടുപോത്തുണ്ട്. സാവുചേട്ടൻ ഏതൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്? എല്ലാ മൃഗങ്ങളും എല്ലാം നമ്മുടെ പുരയിടത്ത് വരുന്നത്. നമ്മുടെ പുരയിടത്തി തൊട്ടടുത്ത് ഒരു 50 മീറ്റർ പോലും അകലമില്ലല്ലോ. ഇല്ല, 10 മീറ്റർ അകലത്തിൽ എന്റെ താമസിക സ്ഥലമായിട്ട് ഇതെല്ലാം ഇരുട്ടാകുമ്പോൾ അങ്ങോട്ട് കയറും. ഇതിനൊക്കെ പ്രതികരിച്ചാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിച്ചു. ഇതിനെയൊക്കെ അതിജീവിച്ച് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടം. ഇപ്പൊ വയനാടിലും പാലക്കാടും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ പുലിയുടെ ആക്രമണത്തില് കാട്ടുപോത്തിന് ഒരാളെ പുലി പിടിച്ചുകൊണ്ട് പോയി. അതുപോലെ കാട്ടുപോത്ത് ഇടിച്ച് കൊന്നു, ആന കുത്തിക്കൊന്നു. ഇവിടെ 4 പേര് അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പൊ വന്യമൃഗങ്ങളോട് പോരാട്ടം നടത്തുന്ന വനവാസികളായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്നാൽ ഈ മൃഗങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വളരെ ശക്തമായി വീണ്ടും നടക്കുകയാണ്. അത് കൂട്ടം ചേർന്ന് വരട്ടുക, കാട്ടി വിടുക, വീണ്ടും അത് കയറി വരിക. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആനകൾ വരാം. പക്ഷെ നമ്മളിപ്പം വന്നപ്പോ ഈ പിടിക്കുന്ന കരിച്ചാത്തി, രാജവെമ്പാല, ആണലി, മൂർക്കൻ എല്ലാത്തിനും കൊണ്ടിടുന്ന ചാക്കാണ്. ഉൾവനത്തിലാണ് കൊണ്ടിടുന്ന ഫോറസ്റ്റുകാർ പറയുന്നത് പോലും. ഞങ്ങളുടെ വീട്ടിനടുത്ത് ജനവാസ മേഖലയ്ക്ക് അടുത്താണ്. അതും ഒരു വലിയ പ്രശ്നമാണ്. പിടിക്കുന്ന കുളത്തുപുഴയെന്ന് ഇടുന്ന വില്ലുമലയിൽ വലിയ ദൂരമില്ലാത്ത സ്ഥലത്ത്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാം പലകുടി പോകുന്ന ഇടവഴികളാണ്. ഈ കരിച്ചാത്തി, രാജവെമ്പാല എന്നൊരു സാധനം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വരാറുണ്ടോ? ഇതാണ് 120 കിലോ വരുന്ന ഒരു കരിച്ചാത്തി ഇടയ്ക്ക് പിടിച്ചുവിടുന്നു. അത് മറ്റേ കരിഞ്ചാത്തി എന്ന് പറയുമ്പോൾ ഒരു ചാക്കിനൊന്നും കൊള്ളത്തില്ല. അതിനെ ഓടിച്ച ഒരു 2-3 ദിവസന്മാർ കൂടി ഓടിച്ച് ഒരു വീട്ടിന് മുറ്റത്ത് നിന്നുണ്ട് കൊത്തിനെ പിടിക്കാനായിട്ട്, കുത്തിനെ. അപ്പൊ ഇത് പട്ടി വരച്ചാണ് അതിന്റെ ഉടമസ്ഥൻ നോക്കിയപ്പോ ഒരു ഭയങ്കര സാധനം കിടക്കുകയാണ്. പിടിച്ചൊന്നുമില്ല, പിടിക്കാൻ ഒക്കത്തില്ല. അതിനെ പയ്യെ ആൾക്കാരെല്ലാം കൂടെ കൂടി ഈ ഓടിച്ച് കാട്ടി അത് 2 വട്ടം വീണ്ടും നാട്ടുപുറത്തേക്ക് വന്നിട്ടുണ്ട്. കൊണ്ട് കളയുന്നതൊക്കെ എല്ലാം ഈ ഭാഗത്ത് തന്നെ കൊണ്ട് കളയും. രാത്രി കാലങ്ങളിൽ വണ്ടി കയറ്റി അവിടെ കൊണ്ട് വിട്ടിട്ട് പോവുക. വിടുന്നത് പറഞ്ഞത് ഉൾക്കാട്ടി കൊണ്ട് വിടുന്നതാണ്, ഡാമിന്റെ അവിടെ കൊണ്ട് വിടുന്നത് പറയുന്നത്. ഈ ചാക്കുകളാണ് നിങ്ങൾ കാണിച്ചത്. ആനയുടെ അക്രമത്തില് ആരെങ്കിലും മരിക്കുകയോ? 2 പേരെ, ഒരു ജീപ്പ്, 2 ആട്ടോ, ഒരു ബൈക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ അടിച്ചു തകർത്തു. അതൊക്കെ എന്തായി തീർന്നു അറിയത്തില്ല. അവർ നേരെ നടപടിക്കൊക്കെ കൊടുത്തെന്ന് പറയുന്നു. എല്ലാം ഈ വീട്ടിൽ സെക്ഷൻ ഫോറസ്റ്റ് ആണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിപ്പോ പറയുന്ന പ്രദേശത്ത് തേനുണ്ട്, കുന്തിരിക്കുണ്ട്, മാന്തലുണ്ട്. ഇതൊക്കെ എടുക്കാൻ ആൾക്കാർ പോകുന്നു. ഇത് വൈൽഡ് ലൈഫ് ആണ്. ഇതിനകത്ത് അന്യ ആൾക്കാർക്ക് പ്രയോജനമില്ല. എടുക്കണമെങ്കിൽ ഇതിനകത്ത് കയറണം. പക്ഷെ കയറുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. തേനെടുക്കാൻ പോകുന്നവർ മറ്റു സാധനങ്ങൾ പിടിക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ. അത് ഒരു 80% ശരി തന്നെയാണ്. കാര്യം വൈൽഡ് ലൈഫിനകത്ത് ആളിനെ കയറ്റിവിടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ വനത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. വാരിയുണ്ട്, അലങ്കുണ്ട്. തേൻ എടുക്കണമെങ്കിൽ വലിയ മരങ്ങളെ മുറിക്കണം. മറ്റേ വരും ചെറിയ പോടാണ്. അവർ എടുക്കുമ്പോൾ അത് വലുതാവും. പിന്നെ ആ മരം സമയം ഒടിഞ്ഞു പോകും. അതുപോലെ ഇതിനകത്ത് അനധികൃതമായ ആളുകൾ കയറാൻ നിയമമില്ല. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും വനത്തിലെ നിയമങ്ങൾ പാലിക്കണം. വനത്തിൽ കടന്നു കയറാൻ പാടില്ല. അതുപോലെ തന്നെ മൃഗങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ള അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സംരക്ഷിത വനമേഖല എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് ജീവിക്കണം. അവരുടെ ഇടമാണ്, അവരുടെ വാസസ്ഥലമാണ്, അവരുടെ വീടാണ്. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം വനത്തിൽ ഉൾപ്രദേശമല്ല. വനത്തിൽ കൂടി എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഏരിയയിലാണ് നിൽക്കുന്നത്. വില്ലുമലയിൽ നിന്ന് വന്ന് നമ്മൾ പറഞ്ഞ ഈ വിളക്കുമരം, അതുപോലെ കട്ടളപ്പാറ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വടിപ്രദേശമാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. ഫോറസ്റ്റ് NMR വച്ചർക്ക് ലഭിക്കുന്ന യൂണിഫോമും ലൈറ്റും കൊടുവാളും കൊടയും മറ്റുള്ള ഒരു സാധനങ്ങളും ഇവിടെ കൊടുക്കാറില്ല. ബാക്കിയുള്ള എല്ലാ റേഞ്ചിലും ഉണ്ടെന്ന് പറയുന്നു. വൈൽഡ് ലൈഫിലുണ്ട്, യൂണിഫോം ഉണ്ട്. ഇവിടെ കള്ളനാരാ വാച്ചറാണെന്ന് അറിയാത്ത കണ്ടിട്ടുണ്ട്. യൂണിഫോം ഉണ്ടെങ്കിലേ നമുക്ക് അറിയണ്ടേ. ഇതിപ്പോ ടോർച്ചുമായിട്ട് ആര് പോയാലും മാത്രമാണ്. ടോർച്ച് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കണം. പാർട്ടിയൊക്കെ അവർ തരത്തില്ല. സ്വന്തമായിട്ട് മാടം ഉണ്ടാക്കി കിടന്നോണം. പാത്രന്മാര് സ്വന്തമായി മാടം ഉണ്ടാക്കണം. അവരുണ്ടാക്കി കൊടുക്കൂല. ഈ വനത്തിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ 2 പേരെ കൊന്നാൽ അവിടെ കിടന്നോണം. തന്നെ സഹിച്ചോണം. വൈൽഡ് ലൈഫിൽ അങ്ങനെയല്ല. അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ക്യാമറയുണ്ട്. രണ്ടാമത് CPR ഉണ്ട്. അവരെ കൈ വർക്ക് ചെയ്യും. മരിച്ചാലും വർക്ക് ചെയ്യും. ഈ സെക്ഷൻ പോലുള്ള ചില മേഖല, ചില ഫോറസ്റ്റുകാർ, ചില നമുക്ക് ഒരുപാട് നല്ലവരുണ്ട്. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. അതുപോലെ ആനയ്ക്ക് കുടിക്കാനായിട്ട് കുളം, ഇവിടെ എല്ലാ റേഞ്ചിലും കുളമുണ്ട്. ഈ ആനയ്ക്ക് കുടിക്കാന്ന് പറയുമ്പോഴേ ഈ വനത്തിൽ മിക്കവാറുള്ള ചതുപ്പുകളെല്ലാം വെള്ളമുണ്ട്. അത് നമ്മൾ വൃത്തിയാക്കിയാൽ മുൻകാലങ്ങളിൽ വളരെ ചിലപ്പോൾ 10-20 വർഷത്തിന് മുമ്പ് ഇങ്ങനെ നിയമമുണ്ട്. ഉപ്പ് കൊണ്ടിടുക. അപ്പം നാട്ടിൽ ഇറങ്ങത്തില്ല. ആനയ്ക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടം. ഉപ്പ് തിന്നും. അപ്പം കുളങ്ങൾ കുഴിക്കുക. അത് എല്ലാ വർഷവും മെയിൻ്റനൻസ് ഉണ്ട്.
കുളങ്ങളെ ചെളിയുള്ളത് ക്ലീൻ ചെയ്യും. എല്ലാ വർഷവും ഇപ്പൊ നമ്മള് 50 ഏക്കറിൽ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണത്തക്കോണ കുളമാണ്. കുളം കാണത്തക്കോണ കുളം. ബാക്കി എത്രയെങ്കിലും കുളങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പൈസ മേടിക്കും. പ്രദേശത്തുണ്ട്, പ്രദേശത്തുണ്ട്, കാട്ടിനകത്തൊക്കെ ഉണ്ട്. കാട്ടിനകത്ത് അത് ചെയ്യാതെ പൈസ മേടിക്കും. പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുമാതിരിപ്പെട്ട വന്യമൃഗങ്ങളൊന്നും നാട്ടിലേക്ക് വരും. അതായത് ചെയ്യേണ്ടതിനകത്ത് ഈ നാട്ടും പുറത്ത് മേലുദ്യോഗസ്ഥന്മാർ കാണത്തക്കോണം ചെയ്യും. ഈ കാട്ടിലുള്ള കുളങ്ങൾ അതാണ് എപ്പോഴും കുളം കാണിച്ചാൽ ആ കുളം കൊണ്ട് കാണിച്ചാൽ നമ്മൾ ഈ കർണാടകത്തിലെ കാര്യം പറയാം. കർണാടകത്തിലൊക്കെ നമ്മുടെ അത്രയും വെള്ളമില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ ടാങ്കിൽ 6500 ലിറ്റർ വെച്ചാണ് ഒരു 4 പ്രാവശ്യം വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കാട്ടിൽ വലിയ ടാങ്കിൽ കൊണ്ടുവന്ന് ഭയങ്കരമായ കുളം പോലെ സിമെന്റ് കെട്ടിയിട്ട് വെള്ളം അടി. നമ്മൾ കണ്ടതാണ് കടുവയും പുലിയും ആനയും എല്ലാം ഓടി വന്ന് വെള്ളത്തിലിറങ്ങി കുടിച്ചിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ അതിനേക്കാളും സോഴ്സ് ഉള്ള വനപ്രദേശമാണ് നമ്മുടെ കേരളത്തിലെ വനപ്രദേശം. നമുക്ക് ഒരുപാട് ചതുപ്പുകളുണ്ട്. എത്ര കൊടിയ വേനൽക്കാലത്ത് പറ്റാത്ത ചതുപ്പുകളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളത്തിലെ വനപ്രദേശങ്ങൾ. കറക്റ്റായിട്ട് കൃത്യമായി സംരക്ഷിച്ച് ചെളിയൊക്കെ കോരി വൃത്തിയാക്കി ഇടാമെങ്കിൽ എല്ലാ മൃഗങ്ങളും വരും. അതുപോലെ മൃഗങ്ങൾക്ക് ആ സ്ഥലത്തൊക്കെ വന്ന് വെള്ളം കുടിച്ച് പൊതുവെ പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തന്നെ തിരിച്ചു പോകാൻ പറ്റും. അത്യാവശ്യം ചതുപ്പും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് പോച്ചയും ഒക്കെ കാണാൻ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ വനം വകുപ്പ് കുറച്ചും കൂടി ഈ വനം വകുപ്പിനെ പറ്റി പറയുമ്പോൾ കുറ്റം പറയാന്ന് പറയരുത്. നമ്മൾ ഈ വനത്തിനെ പറ്റി ഒരുപാട് സ്റ്റോറികൾ ചെയ്യുന്ന ഒരു ചാനലാണ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഒരു കുഴപ്പവും ഉണ്ടാവാതെ കടന്നുകയറ്റമില്ലാതെയാണ് വനം സ്റ്റോറികളൊക്കെ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി വരുന്നത്. ഗ്രീൻ മീഡിയ എന്ന് പറയുന്നത് തന്നെ പച്ചപ്പിന്റെ ഒരു കാഴ്ചയാണ്. അപ്പോൾ കേരളത്തിലെ വനങ്ങൾ ഇഷ്ടമാണ്, കേരളത്തിന് പുറത്തുള്ള വനങ്ങൾ ഇഷ്ടമാണ്, എല്ലായിടത്തും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കുറച്ചും കൂടി നമ്മുടെ വനവാസികളുമായി ഒത്തുചേർന്ന് പോയാൽ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒക്കെ നിൽക്കും. കാരണം വനസംരക്ഷണം പ്രത്യേകിച്ചും ഫോറസ്റ്റുകാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ ഫോറസ്റ്റ് അധികൃതർ നല്ല ആൾക്കാരാണ്. ഒരുപാട് എക്സിബിഷനുകളും പ്രകടനങ്ങളും ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കാഴ്ചകൾ കാണിക്കാറുണ്ട് വന സംരക്ഷണം. പക്ഷേ നമ്മുടെ വനങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അറിയാൻ കഴിയും. ഏതായാലും വനസഞ്ചാരം സാധാരണക്കാരന് പറ്റില്ല, കടന്നുകയറ്റം അനുവദനീയമല്ല. എങ്കിൽ തന്നെ നമ്മളിപ്പം ഈ വനത്തിന്റെ ഒരു നടുക്കൂടുള്ള പാതയിലാണ് നിൽക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് എല്ലാവരും പറയുന്നത്. വനം സംരക്ഷിക്കേണ്ടത്, നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്തേണ്ടതൊക്കെ നമ്മുടെ കടമയാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും.